My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. UK റെന്റൽ പ്രോപ്പർട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് വൈഫിനും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും മാനേജ്മെന്റ് ഫീ എന്നുള്ള രീതിയിൽ ചെലവ് എഴുതാൻ സാധിക്കുമോ? സാധാരണ എല്ലാ മലയാളികൾക്കും തന്നെ ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതിൻ്റെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ റെന്റൽ ഇൻകത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാനേജ്മെന്റ് ഫീ എസ്റ്റേറ്റ് ഏജന്റിന് കൊടുക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ മാനേജ്മെന്റ് ഫീ സാധാരണ രീതിയിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി എസ്റ്റേറ്റ് ഏജന്റാണ് മാനേജ് ചെയ്യുന്നെങ്കിൽ എസ്റ്റേറ്റ് ഏജന്റിന് കൊടുക്കുന്ന ഫീ നിങ്ങളുടെ ചെലവ് എഴുതുകയും അങ്ങനെ ടാക്സ് സേവ് ചെയ്യുവാനും സാധിക്കുന്നു. ഇനി എസ്റ്റേറ്റ് ഏജന്റ് അല്ല, ഈ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നത് നിങ്ങളുടെ വൈഫാണ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണ് എങ്കിൽ അവർക്ക് മാനേജ്മെന്റ് ഫീ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കൊടുക്കുന്ന മാനേജ്മെന്റ് ഫീസ് നിങ്ങൾക്ക് റെന്റൽ പ്രോപ്പർട്ടിയുടെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുകയും അങ്ങനെ ടാക്സ് പ്ലാൻ ചെയ്യുവാനും സാധിക്കുന്നതാണ്. എന്ത് സർവീസാണ് മാനേജ്മെന്റ് ഫീ എന്ന രീതിയിൽ കാണുന്നത്? റെന്റൽ എമൗണ്ട് കളക്ട് ചെയ്യുകയും അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുകയും അതുകൂടാതെ ആ റെന്റൽ പ്രോപ്പർട്ടിക്ക് വരുന്ന മാനേജ്മെന്റ് ചാർജ് നിങ്ങൾക്ക് ബിസിനസ് എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതാൻ പറ്റും. റീസണബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് അതിൻ്റെ ചെലവെഴുതുകയും അങ്ങനെ ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ഒന്നിലധികം ബൈ-ടു-ലെറ്റ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അത് ചെലവെഴുതുകയും അങ്ങനെ ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. പലപ്പോഴും UK മലയാളികൾക്ക് ബൈ-ടു-ലെറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, അതിൻ്റെ ടാക്സ് റിട്ടേൺ അവർ കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ചോദിക്കുന്നതാണ് മാനേജ്മെന്റ് ചാർജ് എസ്റ്റേറ്റ് ഏജന്റിന് കൊടുക്കുന്നില്ലെങ്കിൽ അത് സ്പൗസിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ കൊടുക്കാൻ പറ്റുമോ? പലപ്പോഴും ഈ ചാർജ് എഴുതുന്നത് വഴി നിങ്ങളുടെ വൈഫോ റിലേറ്റീവോ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുമാനം അവർ ടാക്സ് റിട്ടേണിൽ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും റെന്റൽ പ്രോപ്പർട്ടിയുടെ ചെലവുകൾ എഴുതുമ്പോൾ മാനേജ്മെന്റ് ഫീയും ഒരു ചെലവായിട്ട് കണക്കാക്കാൻ പറ്റുന്നതാണ്. ഈ ചെലവ് നിങ്ങളുടെ വൈഫിനോ റിലേറ്റീവ്സിനോ കൊടുക്കുന്നതിന് ടാക്സിൽ യാതൊരു നിയമ തടസ്സവുമില്ല. അങ്ങനെ ബിസിനസ്സിൻ്റെ റെന്റൽ ഇൻകത്തിൽ നിന്ന് ചെലവെഴുതുകയും ഈ ചെലവ് അവർ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഡിക്ലെയർ ചെയ്യുകയും അങ്ങനെ റെന്റൽ പ്രോപ്പർട്ടിയുടെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുവാനും ഈ വരുമാനം കിട്ടുന്നവർ അവർ ടാക്സ് ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെന്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.